ഇപ്പോൾ കോൺഗ്രസ് വക്താവ് അനൂപ് വി ആർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, സർക്കാർ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് 2 പേരാണെന്ന്. പക്ഷേ ഇന്നിതാ ഈ കണക്കൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ സർക്കാർ അത് പുറത്തുവിട്ടിരിക്കുകയാണ്. 17 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു അസുഖം അത് മറച്ചു വെക്കുകയാണ്. അതായത് എത്ര പേർക്ക് അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അടക്കം മറച്ചു വെച്ച് നമ്മുടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു എന്ന് പറയുന്നതിൽ എവിടെയാണ് സത്യമുള്ളത്? ഇന്ന് ഈ കണക്കുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഭാഗത്തു നിന്ന് അതിഗുരുതരമായ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലുള്ളൊരു വലിയ മഹാവ്യാധിയുടെ സമയത്ത് അതിലെ മറ്റൊരു PR ഒക്കെ അവതരിപ്പിക്കുകയും 17 പേർ രോഗബാധിതരായിട്ട് മരിക്കുന്ന സമയത്ത് 2 പേരിലേക്ക് ഒതുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള കൃത്യവിലോപമാണെന്ന് മാത്രമല്ല, അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ള സമ്പൂർണ്ണ പരാജയമാണ്. ഇത് ആദ്യത്തെ തവണയല്ല. മുൻപ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡാറ്റയെ തമസ്കരിച്ചുകൊണ്ട് ഇത്തരം PR വർക്കുകൾ വളരെ മനോഹരമായി നടത്തിയിട്ടുള്ള സർക്കാരാണ്. അത് മുൻപും ഈ പറയുന്ന പല സന്ദർഭങ്ങളിലും അതിലെ പൊരുത്തക്കേടുകൾ, കണക്കും യാഥാർത്ഥ്യവും പുറത്തേക്ക് വരുന്ന PR പ്രതീതി യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ഇതിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യം പുറത്തുവിട്ടുള്ളത്. നമുക്കറിയാം ഈ സർക്കാരിൻ്റെ PR വർക്ക് എത്രത്തോളമാണ് ഉള്ളത്. നമുക്ക് ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ രീതിയിൽ PR വർക്കിലൂടെ നമുക്കറിയാം എത്രത്തോളമായിരുന്നു കോവിഡിൻ്റെ സമയത്തൊക്കെ ആ PR വർക്ക് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നതാണ്. പിന്നീട് ആണ് അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കമൊക്കെ നമുക്കറിയാം ആരോഗ്യ മേഖല എത്രത്തോളം അധപതിച്ചു എന്ന്. ഡോക്ടർ ഹാരിസ് ഒരു ഡോക്ടർ രംഗത്തെത്തിയിട്ട് മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയെക്കുറിച്ച് പറയുന്ന രീതിയിലേക്കൊക്കെ തന്നെ ആ കാര്യങ്ങൾ കടന്നിരുന്നു. അക്കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് സർക്കാർ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചതെന്ന്. ഡോക്ടറിനെ എത്രത്തോളം ദ്രോഹിക്കാമോ അതിനത്രയും ദ്രോഹിക്കുകയാണ് ഉണ്ടായത്. ഡോക്ടർ കരയുക വരെ ചെയ്തു. അത്രത്തോളം പോയിരിക്കുകയായിരുന്നു സർക്കാർ, അത്രത്തോളം ദ്രോഹിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ എത്രത്തോളം ആളുകൾക്കാണ് അസുഖം ബാധിച്ചതെന്നുള്ളൊരു കണക്ക് പോലും കാണിക്കാതെ നമ്മുടെ ആരോഗ്യ മേഖല എന്ത് മെച്ചപ്പെട്ടു എന്നാണ് ഇവർ പറയാനും സ്ഥാപിക്കാനും ശ്രമിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്തരം വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ, ഡോക്ടർ ഹാരിസ് അത്തരം യാഥാർത്ഥ്യം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ യഥാർത്ഥ വസ്തുത എന്ന് അദ്ദേഹം തുറന്നു കാണിച്ചു. ശസ്ത്രക്രിയകളുടെ കാര്യത്തിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായ സാഹചര്യങ്ങളിൽ പോലും അതിനാവശ്യമായ എക്യുപ്മെന്റ്സിന്റെ അഭാവം, അതിനാവശ്യമായ സൗകര്യങ്ങളുടെ അഭാവം, അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളുടെ അഭാവം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഹാരിസിന് സംഭവിച്ചത് എന്താ? ഹാരിസ് ക്രൂരമായി വേട്ടയാടപ്പെട്ടു. ഹാരിസിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ഹാരിസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഈ പറയുന്ന നേട്ടങ്ങളെ സംസ്കരിക്കാനുള്ള അതിന്റെ ഒരു ഉപാധിയായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് ഹാരിസിനെ പോലെ നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകനോട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സംഭവിച്ചത് ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാരിനെ വിമർശിക്കാൻ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് നേരിടേണ്ടി വരുന്ന ഇത്ര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സർക്കാരിനെ വിമർശിക്കാൻ ആളുകൾ ഭയക്കുന്ന സാഹചര്യവും സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുകൊള്ളാം. ശരി, വളരെ നന്ദിയുണ്ട് VR അനൂപ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.